ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംസാനിൽ താരമായിട്ട് നിൽക്കുന്ന നമ്മുടെ വെജിറ്റബിൾ സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മസാലയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 സവാളയും ഒരു 4 ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 ദിവസത്തിനൊക്കെ മസാല ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഞാനതുപോലെ 2 ദിവസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ്. അതും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ഇതിൽ കൂട്ടാൻ പറ്റുന്ന ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് കേബേജാണ്. അതും ഒരു കേബേജ് എടുത്തിട്ട് ഒരു 6ൽ 1 ഭാഗം എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ പെട്ടെന്നൊന്ന് വഴറ്റി വന്നോളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ മസാലയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. മസാല ഒരിക്കലും ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മൂടി വെക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്ക് ഏതാനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയുള്ളിയും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുള്ള ചതവാണ് കേട്ടോ. അത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് വഴറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഒരു 4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പാടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടിയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സമൂസ ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാൻ 2 സ്പൂണ് മൈദപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സമൂസ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സമൂസ മടക്കാൻ അറിയാത്തവർ ഇത് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാം കേട്ടോ. ഒന്നും പാടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നോമ്പിനൊക്കെ ആയിട്ടുള്ള കുറേ വിഭവങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ 3 ഓപ്ഷൻ വരുമ്പോൾ ഇതിൽ ഓൾ എന്ന് ഓപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നാലുള്ള ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒരു മൂല ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂണ് ഫുള്ളായിട്ട് കൊള്ളുന്നില്ല. ഒരു 2.5 സ്പൂണാണ് കേട്ടോ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് ലാസ്റ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മുടെ മൈദമാവ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ചെറിയ ഹോളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മൈദമാവും പാടെ ചേർത്ത് കൊടുത്താൽ മതി.
നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മുടെ സമൂസ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം വേഗമൊന്നും വേണ്ട. അതിൻ്റെ മുകളിലില്ല ഈ ഓല മാത്രം വെന്താൽ മതി. മസാല ഒക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു കുറഞ്ഞൊരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി വെജിറ്റബിൾ സമൂസ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ പിന്നെ ബീഫ് സമൂസയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. അപ്പോൾ നമ്മൾ അടിപൊളി സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.